തെലങ്കാന മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കെ കവിത ബിആർസിൽ നിന്ന് രാജിവെച്ചു. MLC സ്ഥാനവും രാജിവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കവിതയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. മുഹമ്മദ് റഹീസ് ചെന്നൈയിലിരുന്നു. റഹീസ്, കവിത ഇനി ബിആർഎസിലില്ല. ഈ തുടക്കത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് മറനീക്കി പുറത്തേക്ക് വരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ഉന്നയിച്ചാണ്, എന്തൊക്കെ ആരോപണങ്ങൾ ഉയർത്തിയാണ് കവിത സ്വന്തം പാർട്ടി വിടുന്നത്? സുഹൈൽ, ഇന്നലെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന പേരിലാണ് കവിതയെ BRS സസ്പെൻഡ് ചെയ്തത്. അച്ഛൻ തന്നെയാണ് മകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് നൽകുന്നതും. അപ്പോൾ അതിനിടയിൽ കെ കവിത എന്തൊക്കെ ഇന്ന് പറയുമെന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നായിരുന്നു. പ്രധാനമായിട്ടും താൻ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല, മറിച്ച് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് ചെയ്തത്. ഏതെങ്കിലും ഒന്ന് രണ്ട് നേതാക്കൾ മാത്രം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് തൻ്റെ പിതാവ് ഉൾപ്പെടെയുള്ളവർ, KCR ഉൾപ്പെടെയുള്ളവർ കാണുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നതുൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് കവിത പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നത്. പാർട്ടിയിൽ നിന്ന് മാത്രമല്ല, MLC സ്ഥാനം കൂടി രാജിവെച്ചിട്ടാണ് കവിത ഇന്ന് ആ ഒരു പ്രഖ്യാപനം കൂടി നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ബന്ധുവായിട്ടുള്ള ഹരീഷ് റാവു നേരത്തെ ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിനെ ഏറ്റവും പ്രധാനമായിട്ടും ആരോപണ നിഴലിൽ നിർത്തിക്കൊണ്ടാണ് കവിത തൻ്റെ വാർത്താ സമ്മേളനം നടത്തിയത്. കൂടുതലായിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചു. അതിൽ ഏറ്റവും പ്രധാനം, അദ്ദേഹം കോൺഗ്രസുമായും BJPയും ഒക്കെയായി ചേർന്നുകൊണ്ട് BRSനെ തകർക്കാൻ ശ്രമിക്കുകയാണ്. പലതവണ താനിത് പലരുടെയും ശ്രദ്ധയിൽപ്പെടുത്തി, പക്ഷേ ആരും അത് കേൾക്കാൻ തയ്യാറായില്ല. പാർട്ടിക്കുള്ളിൽ നിന്നും അത്തരത്തിലൊരു നീക്കം, ഗൂഢാലോചനയൊക്കെ തനിക്കെതിരെ ഈ നേതാക്കൾ നടത്തുമ്പോഴും ആരും മിണ്ടിയില്ല. പ്രത്യേകിച്ച് സഹോദരനായിട്ടുള്ള KTR ഉൾപ്പെടെയുള്ളവർ അതിൽ മൗനം പാലിച്ചു. 102 ദിവസമായി താൻ അച്ഛന് അയച്ച കത്ത് ലീക്കായിട്ട് അത് പുറത്തു വന്നിട്ട് പാർട്ടിയിലെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അയച്ച ഒരു കത്തായിരുന്നു. ആ കത്ത് എങ്ങനെ പുറത്തു വന്നു എന്നുള്ള കാര്യത്തിൽ പോലും ഒരു വിശദീകരണം നൽകാൻ KTR ഉൾപ്പെടെയുള്ളവർ തയ്യാറായില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ പാർട്ടിയിൽ സ്വാഭാവികമായ നീതി ലഭിക്കുക, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് നീതി ലഭിക്കുക എന്ന ചോദ്യമടക്കം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഹരീഷ് റാവു അടക്കമുള്ളവർ ചേർന്ന് ഈ പാർട്ടിയെ വിഴുങ്ങുമെന്നും ഇപ്പോൾ താനാണ് ലക്ഷ്യമെങ്കിൽ അടുത്തത് KCRഉം KTRഉം ഒക്കെയാണ് അവരുടെ ലക്ഷ്യമെന്ന് കൂടി പറഞ്ഞു വെച്ചിട്ടാണ് കവിത പാർട്ടിയിൽ നിന്നും പടിയിറങ്ങുന്നത്. ഒപ്പം ഇനി അടുത്ത ചോദ്യം കവിതയെ എങ്ങോട്ട് ചേക്കേറും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്വന്തമായൊരു പാർട്ടി രൂപീകരിക്കാനുള്ള നീക്കം തന്നെയാകും പ്രധാനമായും നടക്കുക. അതിനുള്ള കരുക്കൾ നീക്കിയിട്ടുണ്ട് എന്ന് തന്നെ സ്വാഭാവികമായിട്ടും കരുതാം. മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറുന്നതിന് പകരം സ്വന്തമായി പാർട്ടി ഉണ്ടാക്കി മുന്നോട്ട് പോവുക എന്നുള്ളൊരു നീക്കമാണ് കവിതയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. എന്തായാലും ഈ MLC സ്ഥാനം രാജിവെക്കുക എന്നുള്ളത് ഇന്നലെ പ്രതീക്ഷിച്ചിരുന്നല്ല. സ്വാഭാവികമായിട്ടും BRSനെതിരെ ഇന്ന് കടുത്ത വിമർശനം ഉന്നയിക്കുമെന്നൊക്കെ കരുതിയിരുന്നു. എന്തായാലും ഒരു കുടുംബത്തിൽ ഉണ്ടായ നേരത്തെ തന്നെ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങൾ, തർക്കങ്ങൾ അതൊക്കെ ചേരുകയും അതൊരു ഗൂഢാലോചനയുടെ രൂപത്തിൽ ഒരാൾ ആരോപിക്കുന്നു, മറ്റേയാൾ പാർട്ടി വിരുദ്ധ പ്രവർത്തനമായി ഇതിനെയൊക്കെ വിലയിരുത്തുന്നു. അങ്ങനെ അത് അവസാനം KCRന്റെ മകൾ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്നതിന്, ആദ്യം സസ്പെൻഡ് ചെയ്യുന്നതിനും പിന്നീട് വിട്ടുപോകുന്നതിനുമൊക്കെ കാരണമായി മാറിയിരിക്കുകയാണ് സുഹൈൽ. റെയ്സ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വന്തം അച്ഛനെയും സഹോദരനെയും പോലും കാര്യങ്ങൾ ബോധിപ്പിക്കാനാകാതെയാണ് കവിത ഇപ്പോൾ പാർട്ടി വിട്ടിറങ്ങുന്നത്. ഈ പറഞ്ഞതുപോലെ BJP കോൺഗ്രസ് ബന്ധത്തിലൂടെ അല്ലെങ്കിൽ അത്തരത്തിലൊരു കൂട്ടുകെട്ടിലൂടെ BRSനെ തകർക്കാൻ സ്വന്തം ബന്ധുവായ ഒരാൾ ശ്രമിക്കുന്നു എന്ന ആരോപണം ഉയർത്തി. TDP ആണ് മറ്റൊരു പാർട്ടിയുള്ളത്, അതിലേക്ക് ചേക്കേറാൻ കവിതയ്ക്കാകില്ല, ചിരവൈരികളാണ്. അതുകൊണ്ട് കവിതയുടെ മുന്നിൽ പുതിയ പാർട്ടി എന്നല്ലാതെ മറ്റൊരു ഓപ്ഷൻ, തൽക്കാലം അഭയം തേടാൻ കോൺഗ്രസോ BJPയോ TDP അങ്ങനെ ഒരു പാർട്ടി ഓപ്ഷൻ നിലവിൽ മുന്നിലില്ലല്ലോ കവിതയുടെ മുന്നിൽ. കവിതയുടെ മുന്നിൽ സത്യത്തിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ചില കോൺഗ്രസ് നേതാക്കളൊക്കെ കവിത പാർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള ചില പ്രസ്താവനകളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുമ്പോഴും കോൺഗ്രസിനെ ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ടാണ് കവിത പാർട്ടിയിൽ നിന്ന് പടിയിറങ്ങുന്നത്. അതിൽ പ്രധാനമായിട്ടും ഈ ഹരീഷ് റാവു അടക്കമുള്ളവർക്ക് കോൺഗ്രസുമായി ബന്ധമുണ്ട്. ഹരീഷ് റാവു കോൺഗ്രസിനോട് ചേർന്നു എന്ന്, അദ്ദേഹം രേവന്ത് റെഡ്ഡിയുടെ അടുത്ത സുഹൃത്താണ്. ഈ ഹരീഷ് റാവു അദ്ദേഹത്തിനോട് ചേർന്നു എന്നുകൊണ്ടാണ് തൻ്റെ പിതാവിനെതിരെ അടക്കം ഗൂഢാലോചന നടത്തുന്നത്. അപ്പോൾ ഈ അടുത്തു വന്ന CBI കേസ് അറിയാം, ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് വന്ന CBI അന്വേഷണം, അതൊക്കെയാണ് പെട്ടെന്ന് കവിതയെ ട്രിഗർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് അച്ഛനെതിരെ ഒരു CBI അന്വേഷണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് പിന്നിൽ പിതാവ് മാത്രമല്ല, മറിച്ച് മറ്റുള്ള നേതാക്കളൊക്കെ, ഈ ഹരീഷ് റാവു ആയിരുന്നു അന്ന് ജലസേചന വകുപ്പ് മന്ത്രി, അപ്പോൾ അദ്ദേഹം അടക്കമുള്ളവർക്കെതിരെയാണ് പ്രധാനമായും അന്വേഷണം പോകേണ്ടത് എന്നുകൂടി കാട്ടിക്കൊണ്ടാണ് കവിത കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനം നടത്തുന്നത്. അതിന് പിന്നാലെയാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്കെതിരെ ഇത്തരത്തിൽ ഗുരുതര അഴിമതി ആരോപണം അടക്കം ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ള മുൻനിർത്തി അതൊരു പാർട്ടി വിരുദ്ധ പ്രവർത്തനം എന്നുള്ള
എന്നുള്ള രീതിയിൽ കണക്കാക്കി അതിലാണ് കവിതയ്ക്ക് സസ്പെൻഷൻ നൽകിയത്. അപ്പോൾ കോൺഗ്രസുമായി പിഴഞ്ഞു കിടക്കുന്ന ഒരു ബന്ധത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ കവിതയ്ക്ക് സസ്പെൻഷനിലേക്ക് കൂടി വന്നിരിക്കുന്നത്. അത്തരത്തിലൊരു ആരോപണം കവിത ഉന്നയിച്ചതിന്റെ പേരിൽ. മറിച്ച് BJP-യിലേക്ക് ഒരു തരത്തിലും കവിത പോകില്ല എന്നാണ് ഇത്തരത്തിൽ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. കാരണം കവിത നേരത്തെ BJP-യോട് KCR അടുത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്തെഴുതുകയും അത് പിന്നീട് പുറത്തു വരികയും ഒക്കെ ചെയ്തത്. അത് വലിയ വിവാദമൊക്കെ ആയിരുന്നു. അപ്പോൾ അത്തരത്തിൽ രണ്ട് വശവും കവിതയ്ക്ക് അടഞ്ഞിരിക്കെ എന്തായാലും നേരത്തെ രാഷ്ട്രീയ ജാഗരൺ സമിതി പോലെയുള്ള സംഘടനകളോട് ചേർന്ന് നിന്നാണ് കവിത പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ പുതിയൊരു പാർട്ടിയുമായി കവിത എത്തുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കാനാവുക. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.